ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും അതേ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെ പോലെ ഇന്ന് നമ്മൾ അടിപൊളി ഒരു കിടുക്കാച്ച് ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നേക്കുന്നത്. നമുക്ക് രാത്രിയിലേക്ക് തേക്കാൻ പറ്റിയ ഒരു അടിപൊളി ക്രീമുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞടുക്കളയിലെ 5 കൂട്ടം സംഭവങ്ങൾ മാത്രം മതി കേട്ടോ ഇതിന്. അപ്പോഴെല്ലാവരുടെയും വീട്ടിൽ കാണും ഇതൊക്കെ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. അടിപൊളി കിടുക്കാച്ചി ഒരു ക്രീമാണ് കേട്ടോ. അപ്പോഴും നമ്മൾ മുഖത്തൊക്കെ തേച്ചാൽ മുഖത്ത് തേച്ചാൽ ഉണ്ടെന്ന് അറിയത്തതേയില്ല കേട്ടോ. അപ്പോഴതങ്ങനെ തന്നെ നമ്മുടെ സ്കിന്നിലിരുന്നങ്ങ് സ്കിന്നോട് ചേരും കേട്ടോ. കഴുകി കളയേണ്ട കാര്യമേ ഇല്ല. അഥവാ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ മാത്രം കഴുകിയ തുടച്ച് പോലെ കളഞ്ഞാൽ മതി കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം. ഇന്ന് അതാണ് നമ്മുടെ കേട്ടോ ടിപ്പ്. അടിപൊളി കിടുക്കാച്ചി. എൻ്റെ പൊന്നെ, നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. നേരത്തെ നമ്മൾ മടിച്ചുകളായിട്ടൊക്കെ ഇരുന്ന സമയത്ത് ഇതൊക്കെ ചെയ്ത് നോക്കണ്ടായിരുന്നു. കഷ്ടമായിപ്പോയി. ഞാനിപ്പം വിചാരിക്കാം കേട്ടോ, അടി 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 അല്ലേ, അടി കൊടുക്കേണ്ടേ നമുക്ക് കവളത്ത്. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലേ, ഞാൻ എടുത്തതുണ്ടല്ലോ, ചിലപ്പോൾ ഒത്തിരി കൂടുതലായി പോയാൽ കിളിക്കും. കിളിർത്ത ഉരുളക്കിഴങ്ങ ഞാൻ എടുത്തത് കേട്ടോ. ഒരു കുഴപ്പവും ഇല്ല. നമുക്കത് കഴിക്കാൻ പാടില്ലല്ലോ. കിഴങ്ങ് കിടന്ന് കിളിർത്ത് കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാൻ പാടില്ല. അത് നിങ്ങളിങ്ങനെയൊക്കെ ചെയ്തു നമുക്ക് അയ്യത്തോട്ടൊന്നും പറഞ്ഞ് കളയണ്ട കേട്ടോ. നമുക്ക് ഇതുപോലുള്ള കുഞ്ഞു ടിപ്പിന് ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തോ കേട്ടോ, കളയണ്ട നമുക്ക്. പിന്നെ നമ്മൾ നേരത്തെയൊക്കെ ഉണ്ടല്ലോ, കൊച്ചുങ്ങളായിട്ടിരിക്കുമ്പോൾ ഈ കിളിർത്ത് വരുന്ന ഉരുളക്കിഴങ്ങ് എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് നട്ടൊക്കെ വെക്കുമായിരുന്നു ഞാൻ കേട്ടോ. ഇപ്പം പിന്നെ അതൊന്നും ഇല്ല. എന്ന് വെച്ചാൽ നടിയിലൊന്നും ഇല്ല, മടിച്ച് കൊതയായിട്ട് ഞാനും വന്നേക്കുക. അത് കിളറും കേട്ടോ, നമുക്ക് ഉരുളക്കിഴങ്ങ് കിട്ടും. ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ വീഡിയോ ഒക്കെ കാണാൻ പോകാൻ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ. നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാം. ഇന്ന് നമുക്ക് രാത്രിയിൽ ഇടാൻ പറ്റിയൊരു അടിപൊളി ക്രീം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിന് 5 കൂട്ടം സാധനങ്ങൾ മതി. നമ്മുടെ വീട്ടിലുള്ളതൊക്കെ തന്നെയാണ് കേട്ടോ. ഈ 5 കൂട്ടം സാധനങ്ങളും കൊണ്ടാണ് നമ്മൾ ഇന്ന് ക്രീം തയ്യാറാക്കുന്നത്. നമുക്ക് കമ്പനിക്കാരെയൊക്കെ തുരത്തി ഓടിക്കണം കേട്ടോ. ഈ സുപ്പു മിക്കവാറും ഒരു ശാസ്ത്രജ്ഞയാവാൻ ഒരു ചാൻസൊക്കെ ഉണ്ട്. ഞാൻ ഓരോ സംഭവങ്ങൾ ഇവിടെ മിക്സ് ചെയ്ത് അടിപൊളിയാക്കി ഇതൊരു ക്രീമാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നിങ്ങളെ കൂടെ ഞാനൊന്ന് പഠിപ്പിക്കാം. എല്ലാവരും റെഡിയാണല്ലോ? എല്ലാവരും വരിക്ക് അവിടെ ഇരുന്നോ. അടിയും മുന്തും തള്ളും പിച്ചും അടി ഒന്നും കൂടാതെ അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്ന് കാണുന്നവർക്ക് എളുപ്പമായത് കേട്ടോ. നന്നായിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. എളുപ്പം കേട്ടോ. നമുക്ക് പരിപാടിയൊക്കെ തുടങ്ങാം. ആദ്യം വേണ്ടത് ഒന്നാമത്തായിട്ട് നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങിൻ്റെ നീര് കേട്ടോ. എടുത്ത് വെച്ചു ഇങ്ങനെയൊക്കെ ആക്കി എടുത്താൽ നമുക്ക് എളുപ്പമാണ്. പിന്നെ നമുക്ക് വേണ്ടത് തക്കാളിയുടെ നീര്. കാണുന്നുണ്ടോ? തക്കാളി നീര്. പിന്നെ നമുക്ക് ആലോവേര ജെല്ല് വേണം. തീരാറായി. സുപ്പുവിൻ്റെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് തരാമെന്ന്. പിന്നെ നമുക്ക് ഗ്ലിസറിൻ വേണം. പിന്നെ നമുക്ക് വൈറ്റമിൻ ഇയുടെ ഒരെണ്ണം മതി, ഒരു ക്യാപ്സ്യൂൾ മതി കേട്ടോ. ഇത്രയും സംഭവങ്ങളും കൊണ്ട് നമ്മളിന്ന് നമ്മുടെ നൈറ്റ് ക്രീം ഉണ്ടാക്കാൻ പോകട്ടെ. ഇതൊന്ന് പൊട്ടിച്ചെടുത്തോട്ടെ. ഇത്രയും സംഭവം ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ളതാണല്ലോ. ഇനി നമുക്ക് അങ്ങോട്ട് ക്രീം ഉണ്ടാക്കി അങ്ങോട്ട് മുഖത്തിടുക. ഇപ്പം പിന്നെ പകലല്ലേ, രാത്രിയിലാണ് ഇത് ഇടുന്നത്. ചെയ്ത് ഞാൻ കാണിക്കാം കേട്ടോ. രാത്രിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ നീരെടുക്കാം കേട്ടോ. ഞാൻ സുപ്പുതേ ഇതൊക്കെ അങ്ങോട്ട് റെഡിയാക്കി വെച്ചേക്കാം. നമുക്ക് കുറച്ച് ഉണ്ടാക്കിയാൽ മതി. നമുക്കിത് സൂക്ഷിച്ച് വയ്ക്കാം കേട്ടോ. ഇതേമാതിരിയുള്ള ഗ്ലാസ് ബോട്ടിലോ ഇതേമാതിരി, ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണല്ലോ, ഇതിനകത്ത് നമുക്ക് ഇത് ഉണ്ടാക്കി വയ്ക്കാം. പിന്നെ നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് എടുക്കുമ്പോഴും തക്കാളിയൊക്കെ എടുക്കുമ്പോഴും വെള്ളമയം കാണരുത് കേട്ടോ. നമുക്ക് ഒട്ടുമേ വെള്ളമയം ആവരുത്. നമ്മൾ കഴുകി ഒരു നല്ല തുണി വെച്ച് തുടച്ച് നമ്മൾ ക്രീമല്ലേ, വെള്ളമയം വരരുത് കേട്ടോ. നമുക്ക് 1 സ്പൂണ് ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂണ് ഒഴിച്ചു കൊടുക്കാം.
ഒന്നോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എത്രയാണെന്ന് വെച്ചാൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ചേ ഉണ്ടാക്കി കാണിക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ നീരാണല്ലോ നമ്മൾ എടുത്തത്. പിന്നെ നമുക്ക് തക്കാളിയുടെ നീര് ഈ അളവിന് തന്നെ നമുക്ക് എടുക്കാം. നീരാട്ടോ, അത് അല്ലാതെ ഉള്ളതല്ല. നീര് നമ്മൾ എടുക്കണം. നമ്മളെന്താ ഇങ്ങനെ നാക്കിയിട്ട് നമുക്ക് ആ നീര് പിഴിഞ്ഞെടുക്കണം. ഇത് രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്തു. ഇനി നമുക്ക് മറ്റവരെ കൂടെ ഒന്ന് മിക്സ് ചെയ്യണ്ടേ. നമുക്ക് ആദ്യം ആലോവേര ജെല്ലെടുക്കാം കേട്ടോ. എടുത്തു. നമ്മുടെ ക്യാമറയൊക്കെ ഓണാണല്ലോ. അവനെ ഒന്ന് ഇതിനകത്തോട്ടിട്ടു. ഇനി നമുക്ക് ഗ്ലിസറിൻ എടുക്കണം. നമ്മുടെ മുഖമൊക്കെ സോഫ്റ്റ് ആവാൻ നല്ലതാണ് ഗ്ലിസറിനൊക്കെ കേട്ടോ. ഗ്ലിസറിൻ എടുക്കുക. അവനെ അങ്ങോട്ട് ഒഴിച്ചു. എല്ലാം അപ്പോഴപ്പോഴും അടച്ചു വെച്ചോണം കേട്ടോ. നമ്മൾ എടുക്കുന്ന സംഭവങ്ങൾ അന്നേരം നമുക്ക് അടച്ചു വയ്ക്കാം കേട്ടോ. അലോവേര ജെല്ല് എൻ്റെ തീർന്നിനി വാങ്ങിക്കണം. വേറെണ്ണത്തിനകത്ത് ഇരിപ്പുണ്ടെന്നാലും വേണം. അപ്പോൾ ഇനി നമുക്ക് വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂളും കൂടെ ഒരെണ്ണം നമുക്ക് പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. കുത്തുകൊണ്ടോ ആവും. ഇതും കൂടെ നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ചിലപ്പം കുത്തുകൊള്ളും, ചിലപ്പം കുത്തുകൊള്ളത്തില്ല കേട്ടോ. അങ്ങനെയാണ്. കണ്ണ് കാണാത്ത ഞാനിരുന്ന് അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് കുത്തും. ഒരെണ്ണം അങ്ങോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഓയിലുണ്ടെങ്കിൽ അതായാലും മതി. നമ്മളിപ്പോൾ ഞാൻ ഓയിലൊന്നും മാറ്റി വയ്ക്കാറില്ല. നമ്മൾ ഇതേമാതിരി ഒരെണ്ണമൊക്കെ മതിയില്ല. നമ്മുടെ മുടിയിലും ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാമല്ലോ. അപ്പോൾ ഒരെണ്ണം മതി കേട്ടോ. ഇതങ്ങോട്ട് ഇവരെ 4-5 പേരെയും കൂടെ നമുക്കൊരു മിക്സ് ചെയ്ത് നല്ലൊരു ക്രീമിൻ്റെ പരുവത്തിൽ ആക്കിയെടുക്കണം. അപ്പോഴിങ്ങനെ നമുക്ക് ഇച്ചിരി നേരം മിക്സ് ചെയ്യണം കേട്ടോ. ഇച്ചിരി നേരം മിക്സ് ചെയ്ത് നമുക്കതൊരു ക്രീമിൻ്റെ പരുവത്തിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അവിടെ പാത്രം നോക്കുന്നത് എൻ്റെ ഇതെല്ലാം അടിച്ചു മാറ്റി ആരോ എൻ്റെ പിള്ളേരെ ഒരു തല മാത്രം കാണുന്നു. അവിടെ ഒളിച്ചു നോക്കുന്നത് ഈ ക്രീമിൻ്റെ കൂട്ടൊക്കെ കണ്ടുപിടിക്കാനായിട്ടോ. ഞാനിപ്പം പട്ടി അഴിച്ചു വിടും. നോക്കിക്കും എൻ്റെ ക്രീമിൻ്റെ കൂട്ടൊക്കെ കണ്ടുപിടിച്ചിട്ട് പോയി ചെയ്ത് കൊടുക്കാനായിട്ടോ. അവിടെ കാത്തിരിക്കുന്നത് ഞാൻ കണ്ടു. തല ഞാൻ കണ്ടു. ഓടിക്കോണം. ഞാൻ കല്ലുവറക്കി എറി, അല്ലെങ്കിൽ പട്ടി അഴിച്ചു വിടില്ലയോ. ആഹാ, നമ്മുടെ ഇതൊക്കെ അടിച്ചു മാറ്റാനാ നിൽക്കുന്നതല്ലേ. നമ്മളങ്ങനെ പറഞ്ഞു കൊടുക്കുമോ? ഇല്ല, നമ്മൾ ഇത്രയും പേര് മാത്രം പിന്നെ ഇത് നോക്കി കണ്ടാൽ മതിയല്ലേ. പുറത്തുനിന്ന് ആരെയും നമ്മൾ ഇങ്ങോട്ട് വിളിക്കത്തില്ല കേട്ടോ. അല്ലേ, പറഞ്ഞു കൊടുക്കല്ലേ. ചുമ്മാ പറഞ്ഞു കൊടുത്തു. നിങ്ങൾ രഹസ്യങ്ങൾ, എൻ്റെ രഹസ്യങ്ങളെല്ലാം ഇപ്പം പരസ്യമായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞു കൊടുത്തു. പിന്നെ നിങ്ങളോടല്ലാതെ ഈ രഹസ്യങ്ങളൊക്കെ ഞാൻ ആർക്കാ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ പണ്ടേ എല്ലാവരും കൂട്ടല്ലേ അല്ലേ. അതുകൊണ്ടാണല്ലോ സുപ്പ് ഇങ്ങനെ താന്ത്രിക വിദ്യകൾ ഓരോ ദിവസം ഇങ്ങനെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ കമ്പനിക്കാരും എല്ലാം നമ്മളെ ഓടിച്ചിട്ട് അടിക്കുക പിള്ളേർ. ഈ പാർലറുകാരും ഒക്കെ ഓടി വന്ന് നമ്മളെ അടിക്കോ. എൻ്റെ പൊന്നെ, അവരെങ്ങാണോ അറിഞ്ഞാലേ മിക്കവാറിഞ്ഞാൽ ഈ പെരയുടെ മേലിലൊരു പാർലറൊക്കെ ഇടും മിക്കവാറും ഈ കണക്കിന് പോയാലേട്ടോ. അപ്പോൾ പേരെല്ലാവരും നിർദ്ദേശിച്ചോളൂ, നമ്മുടെ പാർലറിൻ്റെ പേര്. അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും കൂടെ ആ പേരിൻ്റെ ഓരോ അക്ഷരം വെച്ച് നിങ്ങൾ അങ്ങോട്ട് പേരിടണേ. എൻ്റെ പേര് മാത്രം പോരാ, നിങ്ങളുടെ എല്ലാവരുടെയും പേര്, എൻ്റെ ഓരോ അക്ഷരവും നമ്മൾ മക്കൾക്ക് പേരിടത്തില്ലേ, അതുമാതിരി ഓരോ അക്ഷരങ്ങൾ ഞങ്ങളെല്ലാവരും ഇവിടെ സൂക്കാരാട്ടോ. 4 സൂസു. നമ്മുടെ സരസു കൊണ്ട് കേട്ടോ. അതുകൊണ്ട് എസ് ആണല്ലോ വരുന്നത്. പിന്നെ ഞങ്ങൾ 4 പേര് സൂസു. സുരേഷ്, സുപ്രിയ, സൂര്യ, സൂരജ്. അപ്പോൾ 4 പേരും. പിന്നെ അമ്മയുടെ പേര് സായലി. ഇതിങ്ങനെ അങ്ങോട്ട് നമുക്ക് ഇത്തിരി നേരം ഞാനൊന്ന് മിക്സ് ചെയ്തൊന്ന് ഒരു ഇതായിട്ട് എടുത്തുകൊണ്ട് വരാം കേട്ടോ. നമുക്കിതാക്കണ്ടേ. ഇത്തിരി നേരം ഒന്ന് സംസാരിച്ചാൽ ഒരുപാട് സമയമെടുക്കും. ഒരു ക്രീം രൂപത്തിലാക്കി എടുക്കണം ഇത് കേട്ടോ. നമ്മളൊരു ഒത്തിരി നേരം കൊണ്ട് ഇങ്ങനെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് നമ്മൾ ഈ ഒരു പരുവത്തിൽ ആക്കിയെടുത്തു. നമ്മുടെ ആ ഉരുളക്കിഴങ്ങിൻ്റെ നീരും തക്കാളിക്കുട്ടൻ്റെ നീരും എല്ലാം കൂടെ നമ്മുടെ വൈറ്റമിൻ ഇ ക്യാപ്സൂളും നമ്മുടെ ഗ്ലിസറിനും പിന്നെന്താ ആലോവേര ജെല്ലും എല്ലാം കൂടെ അങ്ങോട്ട് കൂടിക്കുഴഞ്ഞ് കെട്ടിപ്പിണഞ്ഞ് ഒന്നും പറയണ്ട എൻ്റെ പിള്ളേരെ. നമ്മുടെ ക്രീം ഇവിടെ തയ്യാറായി. ഈ ക്രീം ഉണ്ടല്ലോ, നമ്മൾ മുഖത്ത് തേച്ചാൽ അറിയത്തതേ ഇല്ല നമ്മളിത് വാരി പൊത്തിയിട്ടുണ്ടെന്ന് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തേച്ചിട്ട് കഴുകി കളയാം, അല്ലെങ്കിൽ അങ്ങനെ വെച്ച് നമുക്ക് ഉറങ്ങാം. എന്ന് വെച്ചാൽ ഒരു കെമിക്കലും അല്ലിത് കേട്ടോ. എന്നിട്ട് നമുക്ക് രാവിലെ കഴുകി കളയാം കേട്ടോ. അപ്പോൾ ഒരു കെമിക്കലും അല്ല ഇത് സംഭവം.
പിള്ളേരൊക്കെ നോക്കിപ്പോകുന്നു, ഈ ചേച്ചി തന്നെ ഇരുന്ന് എന്താ ഇവിടെ ഇരുന്ന് കാര്യം പറയുന്നതെന്നേ. അവരറിയുന്നോ എൻ്റെ ഈ താന്ത്രിക വിദ്യകൾ ഞാനിവിടെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്രീമൊക്കെ ഇവിടെ സെറ്റായി, ഇതേ കണ്ടോ. അപ്പോൾ ഇത് നമുക്ക് തേച്ച് കൊടുക്കാം. രാത്രിയിൽ മാത്രം ചെയ്താൽ മതി. നിങ്ങൾ അല്ലാത്ത സമയമൊക്കെ രാവിലെയൊക്കെ നമ്മൾ ചെയ്താൽ വെയിൽ സമയമല്ലേ, രാത്രി ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെ ഒരു ജാറിനകത്തൊക്കെ നമുക്ക് ഒഴിച്ച് വെച്ചിട്ട് നമുക്കിത് രാത്രിയിലൊക്കെ ഇത് തേച്ച് കൊടുക്കാം. നമ്മുടെ മുഖത്തും കയ്യിലും ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ദേ ഇങ്ങനെ കാണിച്ചു തരാം. നമ്മളിത് സംഭവം ഇത് ഇട്ടിട്ടുണ്ടോയെന്ന് അറിയത്തതേ ഇല്ല കേട്ടോ. അറിയുന്നുണ്ടോ ഞാനിടുന്നത്? മുഖം നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം നമ്മൾ ഇതുപോലുള്ള ഇത് നല്ല നമ്മുടെ ജെല്ലുണ്ടല്ലോ, ആലോവേര ജെല്ല്, അതുമാതിരി ഇത് ആയി കിട്ടും കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് ഒരു കെമിക്കലില്ലാത്ത സംഭവങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഇത് രാത്രിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ മുഖത്ത് ഇട്ടാൽ തന്നെ ഒന്നും അറിയത്തില്ല കേട്ടോ. നമ്മുടെ കയ്യിലും ഒക്കെ നമുക്ക് തേച്ച് കൊടുക്കാം, കഴുത്തിലും കയ്യിലും ഒക്കെ നമുക്കിത് തേച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇത് കൈ പോലും നിങ്ങൾ കണ്ടോ, കൈ പോലും ഇല്ല നമ്മൾ ഇത് തേച്ചിട്ടുണ്ടെന്ന് നമുക്ക് അറിയത്തേ ഇല്ല കേട്ടോ. നമ്മൾ ക്രീമൊക്കെ പുരട്ടത്തില്ലേ, ഇതേ അലോവേര ജെല്ല് മാത്രമായിട്ടൊക്കെ നമ്മൾ മുഖത്ത് പുരട്ടി കൊടുക്കത്തില്ലേ, ആ ഒരു ഇത് തന്നെ കേട്ടോ. നമുക്കിതേപോലെ ചെറിയ ബോട്ടിലൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് നമുക്ക് രാത്രിയിലൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കാം. ഒരു കുഴപ്പവും ഇല്ല. അത് നമ്മുടെ സ്കിന്നങ്ങ് വലിച്ചെടുക്കും. കണ്ടോ, ഞാൻ കള്ളം പറഞ്ഞല്ല കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കേ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. നമ്മുടെ കയ്യിലും ഒക്കെ നമുക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കഴുകണമെന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ സന്ധ്യാസമയത്തൊക്കെ ഇട്ടിട്ട് ഉറങ്ങാൻ സമയമാകുമ്പോൾ നമ്മളിത് അങ്ങ് തണുത്ത വെള്ളത്തിൽ അങ്ങ് കഴുകാൻ മാറ്റിയാൽ മതി, അല്ലെങ്കിൽ തുടച്ചെടുത്താൽ മതി കേട്ടോ. ഉണ്ടെന്നും നമ്മുടെ മുഖത്ത് ഇത് അങ്ങ് പിടിക്കും കേട്ടോ. ഞാൻ പറഞ്ഞത് സത്യമല്ലേ, നിങ്ങൾ നോക്കൂ. നമ്മുടെ മുഖത്ത് നല്ല ഇതാട്ടോ. കയ്യിലും പുരട്ടി കൊടുക്കാം കേട്ടോ. നമ്മുടെ ഈ കൈയുടെ വെള്ളയിലും ഇവിടെയെല്ലാം നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇന്നലത്തെ കല്ലുപ്പിൻ്റെ എല്ലാവരും ചെയ്ത് നോക്കി. അപ്പോഴും കല്ലുപ്പെന്ന് പറഞ്ഞാൽ എടുത്തെടുത്ത് നമ്മൾ വീഡിയോക്കകത്ത് പറഞ്ഞാലും ചിലർക്ക് പിന്നെയും സംശയം, ചേച്ചി പൊടിയുപ്പാണോ? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു നമ്മൾ കല്ലുപ്പാണ് എടുക്കേണ്ടതെന്ന് ഒത്തിരി പ്രാവശ്യം. അപ്പോൾ വീഡിയോ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ട് വരുന്നവരായിരിക്കും അങ്ങനെ ചോദിക്കുന്നത് കേട്ടോ. ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞ് വീണ്ടും പറഞ്ഞ് സ്ക്രബ് ചെയ്യുമ്പം തന്നെ പതുക്കെ സ്ക്രബ് ചെയ്യാവും, നമ്മുടെ മുഖമൊക്കെ വേദനിക്കും അല്ലെങ്കിൽ പോറൽ വീഴുമെന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നില്ലേ. പിന്നെയും ചോദിക്കുമ്പോൾ നമുക്ക് തന്നെ സങ്കടം വരത്തില്ലേ എൻ്റെ കൂട്ടുകാരെ? അപ്പോഴേ സങ്കടം വരും കേട്ടോ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ട് ഞാൻ ഒത്തിരി പ്രാവശ്യം ഞാൻ എടുത്തെടുത്ത് പറഞ്ഞു തന്നിട്ടും ചിലർക്ക് സംശയം വരുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒത്തിരി പ്രാവശ്യം എടുത്തെടുത്ത് ഞാൻ പറഞ്ഞു. കല്ലുപ്പ് തന്നെ എടുക്കണമെന്ന് സുപ്പ് ഒത്തിരി പ്രാവശ്യം പറഞ്ഞു തന്നില്ലേ എൻ്റെ മക്കളുമാരെ. എന്നിട്ടും പിന്നെയും ചോദിക്കുന്നത് ചേച്ചി കല്ലുപ്പാണോ പൊടിയുപ്പാണോ? കണ്ടോ സുപ്പിൻ്റെ ഈ മാജിക്കൽ ക്രീം അങ്ങോട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോഴെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഒറ്റ പാടുമില്ല കേട്ടോ. ഒരു ഉരുളക്കിഴങ്ങ് ഇച്ചിരി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനാണെങ്കിൽ നിങ്ങൾ ഇതിപ്പോൾ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ നീര് ഫുള്ള് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇപ്പം ഞാൻ ചെയ്തത് 1 സ്പൂണ് തക്കാളിയുടെ നീര്, 1 സ്പൂണ് നമ്മുടെ വെള്ളം ഒട്ടുമേ വരരുത്. ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഒത്തിരി നീരുണ്ടായിരുന്നു. ഞാൻ 1 സ്പൂണ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമേ ചെയ്തിട്ടുള്ളൂ. വേണമെങ്കിൽ ഇനി എനിക്ക് ഇങ്ങനെ ചെയ്ത് വെക്കാം, മക്കൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. രാത്രി ഞങ്ങൾ ഇടും. അപ്പോഴിത് ഇങ്ങനെ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. എല്ലാവരും തേച്ച് പിടിപ്പിക്കുക. ഇതങ്ങ് നമ്മുടെ സ്കിന്നുമായിട്ടങ്ങ് കൂട്ടാവും കേട്ടോ. കഴുത്തിലും ഒക്കെ നമുക്ക് തേക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇച്ചിരിയല്ലേ ഉണ്ടാക്കിയത്. ഇത് ഞങ്ങൾ ഇന്നങ്ങ് തീർക്കും, മക്കൾ ഞാനും കൂടെ തീർക്കും. ഇന്ന് നമുക്ക് വേണമെങ്കിൽ ഇനിയും ചെയ്യാം, ഇരിപ്പുണ്ട്. 1
സ്പൂണൊക്കെ എടുക്കുന്നതിന് നിങ്ങൾക്ക് എന്താണ് ഇത്ര മടി ചേച്ചി? ചിലപ്പം ഉള്ളിനീരിൻ്റെ ഏതോ ഞാനാ ചെയ്തപ്പം എടാ ഉള്ളിനീരൊന്നും നമ്മൾ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. ഉള്ളിനീരൊക്കെ നമുക്ക് ഇച്ചിരി ഒരു സ്പൂൺ ഉള്ളിനീര് എടുക്കാൻ നമ്മൾ ഫ്രിഡ്ജിനകത്തൊന്നും കൊണ്ടുവയ്ക്കേണ്ട. ഒരു 3-4 ചെറിയ ഉള്ളി എടുത്ത് അത് ചതച്ച് പിഴിഞ്ഞ് ഒരു സ്പൂൺ എടുക്കാനൊക്കെ എന്താ പാട്. നമ്മൾ ഫ്രിഡ്ജിലൊന്നും കൊണ്ടുവയ്ക്കേണ്ട കാര്യമില്ല. അപ്പോഴും നമുക്ക് അത് ചെയ്തെടുക്കാൻ പറ്റിയതേ ഉള്ളൂ. ഇതൊക്കെ ആണെങ്കിലും നമുക്ക് ഒരു സ്പൂൺ ഈ നീരിന് വേണ്ടി നമ്മൾ ഈ ഫ്രിഡ്ജിലൊക്കെ കൊണ്ടുവച്ച് എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അത്രയ്ക്ക് മടിയാണോ നമ്മുടെ ഈ കേരളത്തിലെ സ്ത്രീകളൊക്കെ? മടിച്ച് കോതകളാണെന്ന് അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ അല്ലാതുള്ള പുറത്തു നിന്നുള്ള ആൾക്കാരൊക്കെ കണ്ടാലേ കമൻ്റൊക്കെ മലയാളത്തിൽ വായിക്കാൻ അറിയാവുന്നവരാണെങ്കിൽ നാണക്കേട് പറയത്തില്ലേ കേട്ടോ. ഒരു സ്പൂണ് ഇതേപോലുള്ള നീരൊക്കെ എടുക്കാൻ ഇത്ര കേരളത്തിലുള്ള സ്ത്രീകൾക്ക് ഇത്രയും മടിയാണോ എന്ന് അവരൊക്കെ എന്നോട് ചോദിക്കത്തില്ലേ? നാണക്കേടല്ലേ? അങ്ങനെയൊന്നും ചോദിക്കല്ലേ, നാണക്കേടായിട്ടോ. നമ്മൾ മിടുക്ക പിള്ളേരാന്ന് എല്ലാവരോടും പറയിക്കണം കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ചെയ്ത് നോക്കണം. ഇതിപ്പം നമ്മൾ തുടയ്ക്കാനോ ഒന്നും ഞാൻ പോകുന്നില്ല, ഇതിങ്ങനെ അങ്ങ് പോകട്ടെ കേട്ടോ. രാത്രിയിൽ മാത്രം ചെയ്യണം, രാവിലെ ഒന്നുമല്ല. ഇതിപ്പം നമ്മൾ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇപ്പോഴൊന്ന് നിങ്ങളെ ഒന്ന് ചെയ്ത് കാണിച്ചത്. അപ്പോഴേ ഈ 5 കൂട്ടവും നമ്മുടെ എല്ലാ വീടുകളിലും ഉണ്ടല്ലോ ഇപ്പോഴേ കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. ഇത് ഇങ്ങനെ ഇതങ്ങ് കാറ്റടി കൊണ്ടങ്ങ് പോയിക്കോളും കേട്ടോ. ആരും ഒന്നും വിഷമിക്കേണ്ട, പേടിക്കേണ്ട. പിന്നെ എന്തെങ്കിലും അലർജിയോ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും സംശയമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്ന് നോക്കിയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് മാത്രം. ചിലർക്കിനിയും അലർജിയൊക്കെ ഉള്ളവരാണ്, നമുക്കറിയത്തില്ല. എനിക്കിപ്പം ഒരു കുഴപ്പമില്ല, ദൈവം സഹായിച്ച് ഒരു കുഴപ്പമില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് കെമിക്കലുകളൊന്നും നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, മുഖത്ത് പുരട്ടി ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അഥവാ പേടിയുള്ളവരാണെങ്കിൽ ആദ്യമേ തന്നെ ഇത് മിക്സ് ചെയ്തിട്ട് നമ്മളിതൊന്ന് കൂട്ടി വെച്ച് പിന്നെ ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമ്മൾ നോക്കുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിക്കോളൂ. നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. നമ്മുടെ മുഖത്ത് നല്ല, ഞാൻ പറഞ്ഞില്ല, നല്ല സോഫ്റ്റ് ആവാനും നല്ല ക്ലിയർ ആവാനും നമ്മുടെ ഈ ചുളിവുകളാണല്ലോ എപ്പോഴും നമ്മളെ സ്ത്രീകൾക്ക് കൂടുതലായിട്ട് അലട്ടുന്നത്. അപ്പോൾ ആ ചുളിവുകളൊക്കെ നമുക്ക് മാറും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് മസാജൊക്കെ ചെയ്യാൻ അറിയാമല്ലോ, അതോ ഇനി സുഖു മസാജൊക്കെ ചെയ്ത് കാണിക്കണോ? അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം നിങ്ങൾ വെറുതെ വിടുക. തുടയ്ക്കണമെങ്കിൽ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ തുടച്ചോളൂ. ഇപ്പം ഞാനിപ്പം തുടയ്ക്കുന്നു കഴിവൊന്നും ഒന്നുമില്ല. ഇതിങ്ങനെ അങ്ങ് പോകട്ടെ എന്ന് വിചാരിക്കും. പോകട്ടെ, ഇത് നമ്മുടെ ശരീരത്തിൽ തന്നെ പിടിച്ചോളും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വിശേഷങ്ങൾ വേറെ ഒന്നും ഒന്നുമില്ല. നമ്മുടെ ഈ കുഞ്ഞ് ടിപ്പൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെങ്കിലേ പറയണം. നിനക്ക് ഇതൊന്നും പറയുന്നത് അവന് ഇഷ്ടപ്പെടുന്നില്ല. എന്തൊക്കെ പറഞ്ഞെന്ന് ഞാൻ നോക്കിയപ്പം ഓഫ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിലുള്ള ഈ 5 കൂട്ടം സംഭവങ്ങൾ മാത്രം മതി. പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ ഒട്ടുമേ വെള്ളമയം ഉണ്ടാവാതെ നോക്കണം. പിന്നെ ഇതേപോലെ ചെറിയ ജാറുകളിൽ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. ഫ്രിഡ്ജിലൊക്കെ നമുക്ക് കൊണ്ടുവച്ച് നമുക്കിത് എടുക്കാം കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം. ചേച്ചിമാരും അനിയത്തിമാരും ചേട്ടന്മാരും അനിയന്മാരും എല്ലാവരും അമ്മമാരുണ്ടാവും നമ്മുടെ വീഡിയോ ഒക്കെ കാണാൻ. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. എപ്പോഴും നമ്മുടെ ശരീരവും കൂടെ നമ്മൾ നോക്കണം. നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം.